നമുക്കൊന്ന് കോഴിക്കോട് വരെ പോയിട്ട് വരാം. നമ്മുടെ കോഴിക്കോട് വരെ ഒന്ന് പോയിട്ട് വരാം. ഹലോ ഗൈഡ്സ്, ഇറ്റ്സ് മീ ആയിഷ ഓൺലൈൻ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ രാവിലെ തന്നെ ഞാൻ കുളിച്ച് മാറ്റി റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. സമയം നോക്കിയപ്പോൾ 5:40. നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകാൻ നിൽക്കുന്നത്. വീടിൻ്റെ പുറത്ത് തന്നെ നോക്കിയപ്പോൾ ഫുള്ള് ഇരുട്ട്. പുലർച്ചെയല്ല, 5:40 ടൈം. അങ്ങനെ ഞാൻ മാറ്റി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ എൻ്റെ കാക്കയും കൂട്ടിയാണ് പോകുന്നത്. ബൈക്കുമ്പോഴാണ് പോകുന്നത്. അത് പുലർച്ചെയായിട്ട് പോകുന്നത്. പുലർച്ചെ വേറെ തന്നെ രസമാണ്. അങ്ങനെ കാക്ക ബൈക്ക് സ്റ്റാർട്ടാക്കി ഞാൻ ഹെൽമെറ്റൊക്കെ ധരിച്ച് ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. പുലർച്ചെ ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരില്ല, വാഹനങ്ങളൊന്നും കാണുന്നില്ല. കടകൾ ഫുള്ളും ക്ലോസ് ആണ്. പിന്നെ പുലർച്ചെ വൈബ് പറഞ്ഞാൽ വേറൊരു രസമാണ് കേട്ടോ. നൈറ്റ് വൈബ് ഇഷ്ടപ്പെടുന്നവർക്ക് തന്നെ പുലർച്ചെ വൈബ് ആസ്വദിക്കാവുന്നതാണ്. പിന്നെ ചില കടകൾ തുറന്നിട്ടുണ്ട്. ഈ ദൂരയാത്രക്കാർക്ക് ഉള്ള ഫുഡ് കഴിക്കാൻ പറ്റിയ കടകൾ തുറന്നിട്ടുണ്ട്. പിന്നെ പുലർച്ചെ ആവുന്തോറും ആകാശത്തിൻ്റെ രസം കൂടി വന്ന് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, കോച്ചറോട്ട് തിരിഞ്ഞു. അപ്പോൾ സൈഡിൽ പുതിയ പാലുണ്ടാക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ചില കടകളൊക്കെ കാണുന്നുണ്ട്, ചില ലൈറ്റുകളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പുതിയ പാലത്തുമ്മ കണ്ട് കയറി. ഈ പുതിയ പാലം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ യോജിപ്പിക്കുന്നതാണ്. ഇവിടെ എത്ര സ്പീഡ് പോയാലും ഇളക്കോ കുലുക്കോ ഒന്നുമില്ലാതെ സുഖമായിട്ട് പോവുക. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിലൂടെ നോക്കിയപ്പോൾ. പിന്നെ പുലർച്ചെ ആകുന്നതോറും വാഹനങ്ങൾ വന്നുകൊണ്ട് കിടന്നുണ്ട്. നേരെ പോയ സമയത്ത് ഞങ്ങൾ പോയിട്ടുണ്ടായിട്ടും തിരിഞ്ഞു. അപ്പോഴും ചില വാഹനങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. വന്നിട്ട് ആകാശം നോക്കിയപ്പോൾ ചില മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. പുലർച്ചയായി. അപ്പോൾ എൻ്റെ ഫോണിൽ ക്ലിയറിറ്റി കുറവുകൊണ്ടാണ് ഇങ്ങനെ മനസ്സിലാവുന്നത്. പക്ഷേ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പുതിയ പാലത്തും കൂടി യാത്ര ചെയ്ത് കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് പുതിയ പാലത്തിൻ്റെ നീളം കണ്ട് നല്ല ഹൈറ്റുണ്ട്. അങ്ങനെ വാഹനങ്ങളൊക്കെ കൂടി തുടങ്ങിയിട്ടുണ്ട്. ഓരോ സ്റ്റേഷനിൽ എടുത്തുന്നവരും വാഹനങ്ങൾ കൂടി വരുന്നുണ്ട്. ഹൈറ്റുണ്ടോ ഒന്നാമത് റേറ്റ് കിട്ടുന്നതിന് ഈ പാലത്തിന് ഹൈറ്റ് കാണാവുന്നതാണ്. അങ്ങനെയാണ് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലത്തെത്തുമ്പോൾ പുലർച്ചെ ആകുന്തോറും കടകളൊക്കെ ഓപ്പണായി വരുന്നുണ്ട്. പൂർണ്ണമായി ഓപ്പൺ അല്ലെങ്കിൽ ചെറുതായിട്ടൊക്കെ ഓപ്പണായി വരുന്നുണ്ട്. ചില റോഡൊക്കെ അടിപൊളിയാണ്. ഇത് ഞാൻ പെട്രോൾ പമ്പിൽ ഇറങ്ങി. പെട്രോൾ അടിച്ചാൽ മതി. പെട്രോൾ പമ്പിൽ ഇറങ്ങി. പെട്രോൾ പമ്പിലുള്ള കാഴ്ചയാണിത്. നല്ല ഭംഗിയുണ്ട്. KSRTC പോകുന്നതും തണുപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, വേറെ കാര്യം. പിന്നെ കൂരാട് എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ്. നിറച്ച് പോത്തുകളുണ്ട്. ചിലപ്പോൾ വിൽപ്പനക്കായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കൊടുന്നാക്കണേക്കാരം, നല്ല ഒഴിവാക്കി വിടണേക്കാരം. എന്നാലും കാണുമ്പോൾ സങ്കടം വന്നിട്ട് കുറേ പോത്തുകൾ, കുറേ ലോറിക്കാർ കയറ്റി കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് യാത്ര തിരിച്ച് ഈ പുതിയ പാലത്തും കൂടി പോകുമ്പോൾ ഭയങ്കര ഫീലിംഗ് ആണ്. ഓരോ സ്ഥലം കഴിയുന്തോറും പുതിയ സ്ഥലത്ത് എത്തിയമാതിരി ഫീലിംഗ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പാലത്തുമ്മ കൂടി പോകുന്നത് തന്നെ. നൈസ് ഫീലിംഗ് ആണ്. എത്ര സ്പീഡിൽ പോയാലും നൈസ് സ്പീഡെന്ന് അറിയാത്ത ഇതാണ്. ചില റോഡ് നല്ല റോഡായിട്ട് പോകുന്നുണ്ട്, ചില റോഡ് മോശമായിട്ട് വരുന്നുണ്ട്. എന്നാലും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സൈഡൊക്കെ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഈ ലോറികൾക്ക് നിർത്തിയിട്ടുണ്ട്. അത് ദൂരത്തേക്ക് പോകുന്ന ലോറികളാണ്. രാവിലെ അവർ വിശ്രമിക്കാൻ രാത്രിയിൽ പോക്കല്ലേ, അങ്ങനെ ആ ലോറികളൊക്കെ കണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് കേട്ടോ. റോഡ് പണിയും അതുപോലെ തന്നെ ലോറികൾ നിർത്തിയിടലും അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ അടുത്ത സ്ഥലത്തെത്തിയപ്പോൾ ബിൽഡിങ്ങുകൾ കണ്ട്. ഈ ബിൽഡിങ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ നാടേ അല്ല, വേറെ ഏതോ നാട്ടിലെത്തിയൊരു ഫീലിംഗ് ആണ്. ഇതിൻ്റെ സൂം ചെയ്തിട്ടുള്ള വ്യൂ ആണ് കാണിക്കുന്നത്. സൈഡിൽ പണി നടക്കുന്നുണ്ട്. ആ പണി നടക്കുന്നതുകൊണ്ട് തന്നെ റോഡിൽ കല്ലുകളുണ്ടായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കുഴപ്പമില്ല. കണ്ടോ, ആ ബിൽഡിങ് നല്ല ഹൈറ്റുണ്ട്. മറ്റു സൈഡിൽ ബിൽഡിങ് നിർമ്മിച്ചു കൊണ്ട് പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അധികം ആൾക്കാരുണ്ടാകുന്ന തോന്നുന്നുണ്ട്. അപ്പോൾ അടുത്തെത്തുമ്പോഴും ആ ബിൽഡിങ്ങിൻ്റെ വലിപ്പം കൂടി വരുന്നതാണ്. നമ്മൾ വീട്ടിൽ നിന്നുള്ള വ്യൂ ചെറുതാണല്ലോ, അടുത്തെത്തും അവർ വലുതായി വരുവാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഏകദേശം ആ ബിൽഡിങ്ങിൻ്റെ അടുത്തെത്തി തുടങ്ങിയിട്ടുണ്ട്. റോഡ് ചില സൈഡിൽ ഞാൻ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഇളക്കമൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ലായിരുന്നു. ചില സ്ഥലത്ത് റോഡ് പണിയില്ല, എന്നാൽ ചില സ്ഥലത്ത് റോഡ് പണിയായിട്ടുണ്ടാകും നടക്കുന്നത്. ഏകദേശം ബിൽഡിംഗ് അടുത്തടുത്ത് വന്നിട്ടുണ്ട്. രാവിലെ ആയതുകൊണ്ട് തന്നെ വാഹനങ്ങളും കയറി തുടങ്ങി. ബിൽഡിംഗ് കണ്ടോ, ഒരു സൈഡിൽ ബിൽഡിങ് ഉണ്ടാക്കി പണി ചെയ്ത് കൊണ്ടുവയ്ക്കുന്നുണ്ട്, മറു സൈഡിലാണെന്നുണ്ടെങ്കിൽ ബിൽഡിങ് കണ്ടോ നല്ല ഹൈറ്റുള്ള ബിൽഡിങ്ങാണ്. ലാമാർട്ട് വേൾഡ് ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ പേര്. കോഴിക്കോടത്തിനൊക്കെ മുമ്പുള്ളതാണ് കുരുട കഴിഞ്ഞിട്ടുള്ളത്. നല്ല മനോഹരമായിട്ടുണ്ട്. ബിൽഡിങ് കഴിയണില്ല. പിന്നെ ഇതാണ് ഹൈലൈറ്റ് മാൾ. ഞാൻ ഹൈലൈറ്റ് മാൾ എടുക്കാൻ മറന്നുപോയി. ഇറങ്ങാൻ സമയം ഉണ്ടായിരുന്നില്ല. പുലർച്ചെ ബീച്ചിലെത്താണെന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം വിശ്രമത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ സ്ഥലത്ത് നിർത്തി.
അപ്പോൾ ഇവിടെ കണ്ട പൂവിനെ വീഡിയോ എടുത്താട്ടോ. ഞങ്ങൾ വിശ്രമിക്കാൻ വേണ്ടി നിർത്തിയ സ്ഥലം കണ്ടോ, പുതിയ പാലത്തുമ്മലാണ് നിർത്തിയിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തുടർന്ന് നമ്മളെ കോഴിക്കോട് എത്തി. നമ്മൾ ആദ്യം പോകുന്നത് ബീച്ചിലേക്കാണ്. അപ്പോൾ ബീച്ചിലേക്ക് നമുക്ക് നേരത്തെ തന്നെ പോകണമെന്നുണ്ടായതുകൊണ്ട് തന്നെ ഹൈലൈറ്റ് മാളിൽ ഇറങ്ങാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് ബീച്ചിലിറങ്ങി വണ്ടി പാർക്ക് ചെയ്ത് ബീച്ചിലോട്ട് നടക്കുകയാണ്. ഞാൻ കരുതി ബീച്ചിൽ അധികം ആളുണ്ടാവില്ല, ആ നേരം കൊണ്ട് അധികം ആളുണ്ടാവില്ല എന്നാണ്. പക്ഷേ ആളുകളൊക്കെ ഉണ്ട്. എന്താണ് വെയിൽ പറഞ്ഞാൽ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് ആ വെയിലത്തിലൂടെ ബീച്ചിലേക്ക് വെള്ളത്തിലേക്ക് കളിക്കാൻ വേണ്ടി ഇറങ്ങാണ്. സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഞാനും കാക്കയും കൂടിയാണ് പോകുന്നത്. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ജോഗിങ് ആയിട്ടും റിലാക്സിനായിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷേ അടിപൊളി കേട്ടോ. ആരധികം നോക്കാതെ നമുക്ക് 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 പറ്റി റിലാക്സ് ചെയ്യാം, നമുക്ക് പോവുകയും ചെയ്യാം. അപ്പോൾ എനിക്ക് വെള്ളം കണ്ടപ്പോൾ മറ്റുള്ളവർ കുളിക്കണം കണ്ടപ്പോൾ എനിക്കൊരു ചെറിയ ബോധ്യം തോന്നി. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഷൂ ഒരു സൈഡിൽ അയച്ചു വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് വെള്ളത്തിലേക്ക് ഇറങ്ങി നടന്ന്. അപ്പോൾ കാക്ക എന്ത് ചെയ്ത് അതേമാതിരി ഷൂ അഴിച്ചിട്ട് കാക്കി നടന്ന് എന്ത് വെള്ളത്തിലൊക്കെ കളിച്ച് കുറേ നേരം ആ ബീച്ചിൽ തന്നെ റിലാക്സ് ചെയ്ത്. ബീച്ചിൽ അടിപൊളിയായിട്ടുണ്ട്. ഫാമിലി എൻജോയ് ചെയ്യുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, റീൽ എടുക്കുന്നുണ്ട്. അടിപൊളിയാണ്, കാമാണ്. വെയിലാണെന്നുണ്ടെങ്കിൽ ആ വെയിലൊന്നും അറിഞ്ഞില്ല. അങ്ങനെ കാക്ക ചെരുപ്പൊക്കെ കഴിച്ചിട്ട് കാക്കയും വന്ന്. അങ്ങനെ ഞങ്ങൾ കുറേ വെള്ളത്തിൽ കുറേ കളിച്ച് മറ്റുള്ളവർ കളിക്കുന്നത് നോക്കി നിന്ന്. കുറേ ആൾക്കാരപ്പോൾ വന്ന് കണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പുറത്തുനിന്നാണെങ്കിൽ ഫാമിലി ആയിട്ടാണെങ്കിൽ ഫ്രണ്ട്സായിട്ടാണെങ്കിൽ വന്ന് കണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വെള്ളത്തിൽ കുറേ നേരം കളിച്ച് വെള്ളത്തിൽ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് ഓടി. അടിപൊളി പറഞ്ഞാൽ അടിപൊളിയൊരു നൈസ് ഫീലിങ്സ് ആയിരുന്നു. ആ വെള്ളത്തിൽ ഞാൻ കുറേ കാലിട്ട് കളിച്ച്. എൻ്റെ പൊന്നോ, എൻ്റെ ഫാനിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നനഞ്ഞിട്ടുണ്ട്. ഫാനിലെ മണ്ണും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും കാര്യമൊക്കെ ഇത് വെള്ളത്തിൽ കളിച്ച് കാണുന്നതെന്നാണ്. ഈ നീലൊക്കെ കാണുമ്പോൾ നീലിനെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ കുറേ റീൽ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. പിന്നെ കാക്കാക്ക് ഞാൻ കുറേ വീഡിയോസ് അൺഎക്സ്പെക്റ്റഡ് ആക്കി ഇട്ടുകൊടുത്ത്. അപ്പോൾ കാക്ക എനിക്ക് വീഡിയോ എടുത്ത് നമ്മുടെ കാക്ക വീഡിയോ എടുത്ത് തന്ന്. അങ്ങനെ ഫാമിലി ആയിട്ടും ഇതാണ്ടോ കോഴിക്കോട് കളിച്ച അധികം ആളില്ല, ആളുണ്ട്. ഞാൻ ആർക്കും ശല്യം ചെയ്യാത്ത രൂപത്തിലാണ്. കടലിൻ്റെ ഒച്ച മാത്രമാണ് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റയിലൊക്കെ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോകാൻ നിൽക്കുമ്പോൾ കാക്ക ഞാൻ നോക്കിയിട്ട് വരാനപ്പോൾ കാക്കാൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്ത് അരാതെ എടുത്തിട്ടാണ്. അങ്ങനെ നീലൊക്കെ നോക്കി ഞങ്ങൾ തിരിച്ച് പോവാണ് കേട്ടോ. അങ്ങനെ വെള്ളത്തിനോട് ഷൂ ഒക്കെ കാണിച്ച് ഞാൻ തിരിച്ച് പോവാണ്. അങ്ങനെ ബൈക്ക് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ കാണിക്കണ കാഴ്ചയാണ് കേട്ടോ. നല്ല കല്ലൊക്കെ വരുന്നുണ്ട്, പിക്ക് എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ചെറിയൊരു പേടി, വലിയ പാമ്പും എന്തെങ്കിലും ഉണ്ടാവും, ചെറിയൊരു പേടി. അപ്പോൾ എന്ത് ചെയ്ത് അവിടെ കുറച്ചൊരു ഇരുന്ന് റിലാക്സ് ചെയ്ത് മണ്ണൊക്കെ പോകാൻ വേണ്ടി നോക്കിയപ്പോൾ നമ്മുടെ കോഴിക്കോട് നിന്നുള്ള ഒരു ബോർഡ് ഉണ്ട്. അത് വെറുതെ വിടുമോ, അവിടെ പോയി കുറച്ച് പിക്ക് റീലൊക്കെ എടുത്ത് അവിടുന്ന് പിക്ക് റീലൊക്കെ എടുത്ത് തിരിച്ച് ഞാൻ പോകാൻ നിൽക്കുകയാണ്. ബൈക്ക് പാർക്ക് ചെയ്ത് അങ്ങോട്ട് പോവാണ്. പക്ഷെ പോകാൻ തോന്നിയില്ല, എന്നാലും പോവാണ്. കാലൊക്കെ മണ്ണുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ കോഴിക്കോട് യാത്ര. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോസ് വരുന്നവരെ എന്നോട് സപ്പോർട്ട് ചെയ്യുക. അവളുടെ റീലൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, ചെക്ക് ചെയ്യണേ. ബൈ.